അതിസുന്ദരമായ ദിവസം സാറ്റർഡേ. ഇന്ന് ഓഫീസില്ല, കുട്ടികൾക്കാണെങ്കിൽ ഇന്ന് സ്കൂളും ഇല്ല. അതുകൊണ്ട് രാവിലത്തെ തിരക്കുമില്ല. ഇന്നത്തെ ദിവസം ഇവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നലെ തന്നെ കണക്കൂട്ടിയ കാര്യമാണ്. പിള്ളേർ എണീക്കുന്ന മുമ്പ് ഞാനിങ്ങ് എണീറ്റ് പോന്നു. ഇല്ലെന്നുണ്ടെങ്കിലോ അവന്മാർ വന്നു എൻ്റെ ചെടിയും മുടിച്ച് ഇലയും പറിച്ച് മൊത്തത്തിൽ അങ്ങനെ നാശമൊക്കിയിട്ട് പോകും. പിന്നെ ഞാൻ അവന്മാരെ തല്ലാൻ അവന്മാരെ പുറകെ നടക്കേണ്ടി വരും. അതുകൊണ്ട് എന്താ നൈസായിട്ട് അതൊക്കെ എസ്കേപ്പ് ചെയ്തു ഞാൻ. പിന്നെ കാര്യം ബൊഗൻവില്ലക്ക് അത്ര വലിയ പണിയില്ലെന്നുണ്ട് എല്ലാവരും പറയും. പക്ഷേ കറക്റ്റ് ടൈമിൽ പ്രൂണിങ് അത് അത്യാവശ്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിലോ അത് അതിൻ്റെ തോന്നിയാസത്തിന് വളരും. അതെ, ഇതിൻ്റെ അകത്തൊരു സൂത്രമുണ്ട്. അതിൻ്റെ ആളെ കൊട്ടിക്കോളമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്തൊരാളുണ്ട്. ആൾ കുറച്ച് ഭീകരനാണെന്നേ. ഇതിൻ്റെ അകത്ത് ഒരു ഇല എടുക്കാനാവാൻ സമ്മതിക്കില്ല. അതെ, എൻ്റെ ആമ്പലം അതിൻ്റെ അകത്താ. പയ്യെ പയ്യെ ഞാൻ എൻ്റെ പണിയിലോട്ട് കിടക്കാമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. ആദ്യം മുകളിലുള്ള ചവറടിച്ച് മാറ്റാം, അതാണല്ലോ നല്ലത്. ഇങ്ങനെ കിട്ടുന്ന ചവറ് ഞാൻ കളയാറില്ല. കാരണം എന്താ, നമുക്ക് കളയാൻ അത്ര അപ്പുറത്തെ പറമ്പുമില്ല, അതേപോലെ കത്തിക്കാൻ പറമ്പുമില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു സൂത്രവിദ്യയുണ്ട്, വാ കാണിച്ചു തരാം. ഇങ്ങനെ കിട്ടുന്ന ചവറെല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കും. എന്തിനാണെന്നറിയും? ഒരു സ്ഥലത്ത് കൊണ്ടിടും. അതെ, ഇത് പഴയൊരു ഫിഷ് ടാങ്കാണ്. ഈ ഫിഷ് ടാങ്കിലോട്ട് ഞാൻ കിട്ടിയ ചവറെല്ലാം ഇടും. അതേപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇടും. അതുകൊണ്ട് എന്താ, മണ്ണിന് നല്ല ഇളക്കവും കിട്ടും. അതെ, വലിയൊരു ഉപകാരമുള്ള കാര്യമാണെന്നേ. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയത് തന്നെ. ഓക്കെ, ശേഷം പിന്നീട് ബായ്.